എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നന്നായിട്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പുറം കറുത്തു പോയി. ഇനി 1.5 ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം തൊലി കളഞ്ഞ് എടുക്കാം. ഇപ്പോൾ പഴം എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി എടുത്ത് വെച്ച തേങ്ങയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മാവും ഇട്ട് കൊടുക്കാം. 1.5 ഗ്ലാസ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. മുഴുവനും അതിലേക്ക് ഇട്ടു. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. അതിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ ഇത് തന്നെ മതിയാകും. മധുരവും പ്രത്യേകിച്ച് ചേർക്കേണ്ട, പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പഴത്തിൻ്റെ തന്നെ മധുരം ഉണ്ടാവും, നല്ല മധുരം ഉണ്ടാവും. നന്നായിട്ടൊന്ന് കുഴയ്ക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെറിയ ഉരുളകളാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഉരുളകളാക്കി വെച്ചാൽ മതിയാകും. അതുപോലെ എല്ലാ ഉരുളകളാക്കി വെച്ച് കൊടുക്കുക. വെള്ളം നല്ലപോലെ തിളച്ച് ആവി പുറത്തേക്ക് വരുന്ന സമയം സിമ്മിലാക്കി ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം എടുക്കാവുന്നതാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. ചായയോടൊപ്പം 2-3 എണ്ണം കഴിക്കുമ്പം തന്നെ മതിയാകും. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. എല്ലാം ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.